രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഈ മാസം 20 മുതൽ ആരംഭിക്കും. 15ാം കേരള നിയമസഭയുടെ 16 സമ്മേളനമാണ് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സമ്മേളനം ആരംഭിക്കുകയാണ്. ജനുവരി 29-ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കും. വിവരങ്ങളുമായി ശാലിനി നമുക്കൊപ്പം ചേരുകയാണ്. ശാലിനി, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണ കവർച്ചയുണ്ട്, ഒപ്പം തന്നെ ആന്റണി രാജു അദ്ദേഹത്തിനെതിരായ വിധിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ MLA സ്ഥാനം പോലും തെറിക്കുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം, അവസാന നിയമസഭാ ബജറ്റ് അത് അവതരിപ്പിക്കാനുള്ള സമയമാണ് ആയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 15ാം കേരള നിയമസഭയുടെ 16ാം നിയമസഭാ സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാവുകയാണ്. 20-ാം തീയതി ചൊവ്വാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ജനുവരി 29-ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് സമർപ്പണം ഉണ്ടാകും. ധനമന്ത്രി KN ബാലഗോപാലാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഇടവേളകൾ നൽകിക്കൊണ്ടുള്ള ഒരു സഭാ സമ്മേളന കലണ്ടറാണ് ഇപ്പോൾ ഔദ്യോഗികമായി നിയമസഭ പുറത്തുവിട്ടിട്ടുള്ളത്. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഭരണപക്ഷം, ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പേര് കൂടി ഉൾപ്പെട്ട സാഹചര്യത്തിലാണ് ഈ ഒരു നിയമസഭാ സമ്മേളനം ചേരുകയും ചെയ്യുന്നത്. സഭയ്ക്കകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഈ സഭാ സമ്മേളന കാലയളവിൽ സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റണി രാജുവിന്റെ ജനപ്രതിനിധി, ഒപ്പം തന്നെ MLA സ്ഥാനം അടക്കം അയോഗ്യ മാറിക്കൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിധിയും വിജ്ഞാപനവും ഒക്കെ വന്ന സാഹചര്യത്തിൽ അതിനുശേഷം ചേരുന്നൊരു സഭാ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിന്നുള്ള മുഖം രക്ഷിക്കാനുള്ള നടപടികൾ CPM തുടരുന്നതിനിടയിലാണ് ഒരു ജനപ്രതിനിധി ഭരണപക്ഷത്തിൽ നിന്നും ഇത്തരത്തിൽ അയോഗ്യതയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും ഈ സഭാ സമ്മേളന കാലയളവിൽ എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേരുന്ന സഭാ സമ്മേളനമാണ്, അവസാന ബജറ്റാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് അവതരണമായിരിക്കും ഈ മാസം 29-ാം തീയതി ധനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ മറ്റ് പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടൊരു മൂന്നാം പിണറായി സർക്കാരിനെ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുക്കാനുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും പ്രക്ഷുബ്ധമാകുന്ന തർക്കങ്ങൾ നിറഞ്ഞ, പ്രതിഷേധങ്ങൾ നിറഞ്ഞ ഒരു സഭാ സമ്മേളന കാലയളവിന് 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സഭാ സമ്മേളന കാലയളവിന് ഈ മാസം 20-ാം തീയതി തുടക്കമാവുകയാണ്. രാഖി. ശരി ശാലിനി, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് ഈ മാസം 20-ന് ആരംഭിക്കുക. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനമാണ് ജനുവരി 20 മുതൽ മാർച്ച് 26 വരെ നടക്കാൻ പോകുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി സമ്മേളനം തുടങ്ങും. ഒപ്പം തന്നെ ജനുവരി 29-ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് എന്നുള്ളതും ശാലിനി സൂചിപ്പിച്ചു. നമുക്കറിയാം, നിയമസഭ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ബജറ്റിൽ പല രീതിയിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്തായാലും പ്രഖ്യാപനങ്ങളായി തന്നെ നിന്നാലും മതിയല്ലോ എന്നുള്ളതാണ്